കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ശ്രദ്ധേയമായി വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇപ്പോൾ മലയോര മേഖലയിലും സജീവമാകുകയാണ്. കോവിഡ് കാലത്ത് ആരോഗ്യ ഗുണങ്ങളുടെ പേരിൽ ഏറെ പ്രചാരം നേടിയ ഈ വിദേശ പഴവർഗ്ഗം കുറഞ്ഞ പരിപാലന ചെലവും മികച്ച വിളവും കാരണം നിരവധി കർഷകരെ ആകർഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഉൽപാദനം വർദ്ധിച്ചിട്ടും സ്ഥിരമായ വിപണിയും ന്യായവിലയും ലഭിക്കാത്തതാണ് കർഷകരെ ആശങ്കയിലാക്കുന്ന പ്രധാന പ്രശ്നം. തായ്ലൻഡ്, തായ്വാൻ, ചൈന, മ്യാൻമർ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കേരളത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യാപകമായി പ്രചരിച്ചു. സംസ്ഥാനത്ത് 30-ലധികം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും 3-4 ഇനങ്ങളാണ് കൂടുതൽ കർഷകരും തിരഞ്ഞെടുക്കുന്നത്. വെള്ളം കെട്ടിനിൽക്കാത്ത മണ്ണാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. വരണ്ടതും വളക്കൂറ് കുറഞ്ഞതുമായ സ്ഥലങ്ങളിലും വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വിത്തുകൾ മുളപ്പിച്ചോ പാകമായ തണ്ടുകൾ നട്ടോ കൃഷി ആരംഭിക്കാമെങ്കിലും വേഗത്തിൽ വിളവ് ലഭിക്കുന്നതിനാൽ ഭൂരിഭാഗം കർഷകരും തണ്ടുകൾ നട്ടാണ് കൃഷി ചെയ്യുന്നത്. വിത്തിൽ നിന്നും ചെടികൾക്ക് ആദ്യം വിളവെടുക്കാൻ ഏകദേശം 3 വർഷമെടുക്കുമ്പോൾ തണ്ടുകൾ നട്ട കൃഷിയിലും 3-ാം വർഷത്തോടെ വിളവെടുപ്പ് ആരംഭിക്കാമെന്ന് കർഷകർ പറയുന്നു. പൂക്കൾ വിരിഞ്ഞ് പരാഗണം നടന്നതിന് ശേഷം ഏകദേശം 30 ദിവസങ്ങൾക്കകം പഴങ്ങൾ വിളവെടുപ്പിന് പാകമാകും. തണ്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പഴങ്ങൾ കത്തി ഉപയോഗിച്ച് മുറിക്കാതെ തണ്ടിൽ നിന്നും സാവധാനം പിരിച്ചെടുത്താണ് വിളവെടുപ്പ് നടത്തുന്നത്. എന്നാൽ മികച്ച ഗുണമേന്മയുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും ആവശ്യത്തിന് വിപണിയും ന്യായവിലയും ലഭിക്കാത്തത് മലയോര മേഖലയിലെ ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരുടെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ലാഭകരമാണ്, എന്നാൽ കൃത്യമായ പരിപാലനവും ശ്രദ്ധയും ആവശ്യമാണ്. അതോടൊപ്പം സ്ഥിരമായ വിപണിയും ന്യായവിലയും ഉറപ്പായാൽ കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് എത്തുമെന്ന് കർഷകനായ ബേബി മനയത്തുമാരിയിൽ പറഞ്ഞു. പഴുത്ത് പാകമായി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഇത് ഇടയ്ക്ക് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലാത്ത വരും. ഈ സീസൺ തീർന്നു, ഇനി അടുത്ത സീസണിൽ ഇത് മെയിനായിട്ട് കഴിക്കുള്ളൂ. ഈ വർഷം സീസണിൽ അത്യാവശ്യം മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഞാൻ മൊത്തമായിട്ട് ഒരു പാർട്ടിക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്. അവർ കോഴിക്കോട്ടേക്ക് കൊണ്ട് അവിടെ മാർക്കറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ വിഷമം, മാർക്കറ്റിംഗ് പോരാ. ഈ നമ്മുടെ ഈ മലയോര കർഷകർ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്താൽ മെച്ചപ്പെടാം? കുഴപ്പമൊന്നുമില്ല. ചിലതിന് ബാക്ടീരിയ പിടിച്ച് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇതിന് കേസില്ല, ഇതിന് ആ ബാക്ടീരിയ വന്നിട്ടില്ല. അപ്പുറം വേറൊരു സെക്ഷൻ ഉണ്ട്, അതിന് ബാക്ടീരിയ വന്നിട്ടുണ്ട്. അത് ബാക്ടീരിയക്ക് മരുന്നടിച്ചാലും പല പ്രാവശ്യം അടിച്ചു നോക്കിയാൽ അതൊക്കെ മാറുന്നില്ല. അത് പിടിച്ചാൽ പിന്നെ ചെടി ആ ഫ്ലോട്ട് പോവും. വലിയ വിഷയമാണ്. ഇത് വിപണന സാധ്യതകൾ എങ്ങനെയുണ്ട്? വിപണന കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ അല്പം കുറവാന്നേ ഉള്ളൂ. പിന്നെ ടൗണിലേക്ക് നല്ല വിപണിയാണ്, കോഴിക്കോട്ടൊക്കെ നല്ല വിപണിയാണ്. നല്ല രീതിയിലുള്ള അഭിപ്രായമുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് കൃഷിഭവന്റെ വല്ല സഹായമുണ്ട്? കൃഷിഭവന്റെ ചെറിയ സഹായമുണ്ട്. ഞാനും പോയിട്ടില്ല. ചെറിയ രീതിയിലുള്ള നമുക്ക് കാര്യമായിട്ട് കിട്ടാനൊന്നുണ്ടാവില്ല. പണ്ട് കുറെ വെറൈറ്റി ഇനങ്ങളുണ്ടോ? ഉണ്ട്, മഞ്ഞയുണ്ട്. പിന്നെ ഇത് തന്നെ പല അമേരിക്കൻ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് പല വെറൈറ്റി ഉണ്ട്. ഇതിന് കൃത്യമായിട്ട് പേരൊന്നും എനിക്കറിയില്ല. പല പേരിൽ പലയിടത്തിൽ വിൽക്കുന്നുണ്ട്. നഴ്സറി നടത്തുന്നവർ പല പേരിലും വിൽക്കുന്നുണ്ട്. കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് തന്നെ 2 വെറൈറ്റിയാണ്. എനിക്ക് അവിടെ അപ്പുറമുള്ള പ്ലോട്ടിൽ ഇത്രയും വലുപ്പമൊന്നുമില്ല, ഈ വലുപ്പം കുറവാണ്. ഇത് നല്ല വലുപ്പമുള്ള കായ, 450 ഗ്രാം ആവറേജ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, നല്ല കായായിരുന്നു. നട്ട് എത്ര വർഷം പോലെ നമുക്ക് വിളവ്? 1.5 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കും. 1.5 വർഷത്തെ ഇതേ ഉള്ളൂ. അത് ശരിക്കും പ്രൂൺ ചെയ്തിട്ടിരുന്നാൽ കാലകാലങ്ങൾ കുറേ നാളത്തേക്ക് കിട്ടും. നമുക്കൊരു 10-20 വർഷത്തേക്ക് കിട്ടുന്നതിന് യാതൊരു വിഷയമില്ല. ഇതിനകത്ത് കുറേ പ്രൂൺ ചെയ്യാനൊക്കെ ഉണ്ട്. കട്ട് ചെയ്യണം, പണികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കി ചെയ്യണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ സാധനം കേടായിപ്പോകും. അപ്പോഴപ്പോഴുണ്ടാകുന്ന ഈ ഫംഗസൊക്കെ നമ്മൾ നീക്കം ചെയ്യണം. ബയോഡോമിക്സറും മറ്റും പല മരുന്നുകളുമുണ്ട്. ബാക്ടീരിയക്ക് അടിക്കുന്ന മരുന്നുകളുണ്ട്, അതൊക്കെ അടിക്കണം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ച